തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരിവേട്ട 2 ഡോക്ടർമാരടക്കം 7 പേർ പിടിയിൽ. MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടികൂടിയത്. ഷീജ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, പുതുവത്സര ദിനമാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ദിവസത്തിലാണ് ഡോക്ടർമാരടക്കം 7 പേർ മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പുതുവത്സര ദിനത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് മുതൽ ആരംഭിച്ചതാണ് ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് പുതിയ എക്സൈസ് ലഹരിവേട്ട. സംസ്ഥാനത്തെമ്പാടും അത്തരത്തിലുള്ള കർശനമായ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പരിശോധനയിലാണോ ഈ മയക്കുമരുന്ന് പിടികൂടിയത്? തീർച്ചയായും വിരീഷ, അതായത് ഈ ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫിന്റെ സംഘം അവർ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഈ സംഘം പിടിയിലായിരിക്കുന്നത്. അതിലാണ് 2 ഡോക്ടർമാരടക്കം 7 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ വിഘ്നേഷ് ദത്തൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡോക്ടർ, ഹലീന എന്ന് പറയുന്ന BDS വിദ്യാർത്ഥിയും ഒപ്പം തന്നെ അവിനാശ് എന്ന് പറയുന്ന IT ജീവനക്കാരനും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. കണിയാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ അസീം, അജിത്ത്, അൻസിയ എന്നിവർ മുൻപ് ഇതിന് സമാനമായ രീതിയിൽ തന്നെ നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇവരാണ് ബാംഗ്ലൂരിൽ നിന്നും MDMAയും മറ്റും കടത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷം പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കുമായി നൽകി വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഏതായാലും 4 ഗ്രാം MDMAയും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 3000 രൂപയോളം വില വരുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഡാൻസ് ഓഫ് സംഘം അറിയിച്ചിരിക്കുന്നത്. 2 കാറുകളും 2 ബൈക്കും 10 മൊബൈലും ഇവരിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ പ്രതികളെ ഇപ്പോൾ കഠിനംകുളം പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 2 ഡോക്ടർമാരും ഒരു IT പ്രൊഫഷണൽ അടക്കം 7 പേരാണ് ഈ ലഹരി വേട്ടയിൽ പിടികൂടിയിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവും MDMAയുമാണ് ഇവരുടെ പക്കൽ നിന്നും ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. പുതിയ വർഷമാണ്, പുതിയ പ്രതീക്ഷകളാണ്, സന്തോഷമാണ് നിലനിൽക്കേണ്ടത്. ജീവിതമാകട്ടെ ലഹരി, ഏതെങ്കിലും ലഹരിയോടുള്ള ഹരമാകരുത് നമ്മുടെ ജീവിതം. ജീവിതമാകട്ടെ ലഹരി, ജീവിതത്തിലാകട്ടെ സന്തോഷം കണ്ടെത്തേണ്ടത് എന്ന് മാത്രം പറയുകയാണ്.